എൻ്റെ കുഞ്ഞുങ്ങളെ കളയരുത് കേട്ടോ, കളയരുത്, കളയരുത്. നിങ്ങൾ വിമർശനം കേൾക്കും കേട്ടോ. ഇത്ര ആരാധിക്കണോ, ഇത്ര സ്തോത്രം പറയണോ, ഇത്രയും കൈയടിക്കണോ, ഇത്ര ഉറക്കെ അന്യഭാഷ പറയണോ, ഇത്രയും ചാടണോ എന്നൊക്കെ ചോദ്യം ഉണ്ടാകും കേട്ടോ. കയറി പിടിക്കരുത്, കയറി പിടിക്കരുത്, കയറി പിടിക്കരുത്, കയറി പിടിക്കരുത്. നിങ്ങൾ അത് മൈൻഡ് ചെയ്യരുത്. ഇരട്ടി കൃപയ്ക്ക് വേണ്ടി ഏലിയാവിൻ്റെ പുറകെ എലീശ ഓടുന്ന ചിത്രമുണ്ട്. ഇരട്ടി അഭിഷേക വിഷയം, ഇരട്ടി പങ്കാഭിഷയം. കാർ വേണ്ട, വീട് വേണ്ട, അമേരിക്ക വേണ്ട, ഒന്നും വേണ്ട, ഇരട്ടി കൃപ വേണം. ഗുരുവിനെ കയറിയൊക്കെ പിടിച്ചു. ഗുരു നീ എവിടെ പോകുന്നു അവിടെ അല്ല ഞാൻ വരും. നീ എന്നെ പറിച്ചു കളഞ്ഞാലും ഞാൻ പോകത്തില്ല. എനിക്ക് നിങ്ങളുടെ മേൽ കിടക്കുന്ന കൃപയുടെ ഇരട്ടി പങ്ക് വേണം. ഓട്ടം ദൂരമായി, സമയം ദൈർഘ്യമായി, വേഗത കൂടാൻ തുടങ്ങി. ഓടി 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 മുൻപോട്ട് പോയ സമയം പെട്ടെന്നൊരു പുറകിന്ന് വിളി, എലീശ എലീശ എങ്ങോട്ട് പോവുക? തിരിഞ്ഞു നോക്കിയപ്പോൾ പ്രവാചകന്റെ ശിഷ്യന്മാർ, അർത്ഥാൽ കൂടെ പഠിക്കുന്നവർ, ഒരേ സ്കൂളിൽ ഒരേ ബെഞ്ചിൽ ഒരേ സ്ഥലത്ത് താമസിക്കുന്നവർ, നാട്ടുകാരുമല്ല, ഒരേ സ്ഥലത്ത് ഒരേ ബെഞ്ചിൽ. മൈ ഗാഡ്, അവർ പറയാ, എലീശ നീ എങ്ങോട്ടാ പോകുന്നത്? എലീശ പറയുന്നു, ഞാൻ ഇരട്ടി കൃപയ്ക്ക് വേണ്ടി പോവാ. എന്റെ പൊന്നെ എലീശ, ഏലിയ എന്ന മനുഷ്യൻ യോർദാൻ കിടന്ന് ഗിൽഗാൽ കിടന്ന് അദ്ദേഹം എടുക്കപ്പെടും, നീ കൈവിടപ്പെട്ടു പോകും. മടിപ്പിച്ചത് നാട്ടുകാരല്ല, കൃപയ്ക്ക് വേണ്ടി ഓടുന്നവരെ പുറകോട്ട് വലിച്ചത് പുറത്തുനിന്നാരുമല്ല, കൂടെ ഇരുന്നവർ തന്നെ, കൂടെ നടന്നവർ തന്നെ. ദാഹം അകത്ത് കയറിയവരോട് ആത്മാവിൽ ഞാൻ പറയാം, ഒരു വാക്കും എടുക്കരുത്, ഒരു വാക്കിയാലും കയറി പിടിക്കരുത്. ദാഹമുള്ളവർ മനുഷ്യന്റെ വാക്കിന് വില കൊടുക്കരുത്. മുൻപോട്ട് ഓടാൻ തുടങ്ങിക്കോ, മുൻപോട്ട് ഓടാൻ തുടങ്ങിക്കോ. നിങ്ങളുടെ മേൽ ഇരട്ടി കൃപ കൈമാറാൻ എന്റെ കർത്താവ് ശക്തനാണെന്ന്. രക്തം ചായം, രക്തം ചായം, രക്തം ചായം.